നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം ജൂലൈ മാസത്തിലെ ഓരോ രാശിക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചു വന്നിരുന്നത്. മേടം മുതൽ വൃശ്ചികം വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ധനുക്കൂറുകാരുടെ സമ്പൂർണ്ണ ജൂലൈ മാസത്തെ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 6-ലാണ്, രാഹു 4-ലാണ്, കേതു 10-ാം ഭാവത്തിലാണ്, ശനി 3-ലാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് അല്പം സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ജൂലൈ മാസത്തിൽ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതൊക്കെ ക്രമേണ പരിഹരിച്ച് സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ സാധിക്കും. പൊതുവെ ധനുക്കൂറുകാർക്ക് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ലഭിക്കുന്ന മാസമാണ്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ നേട്ടങ്ങൾ അല്പം കുറഞ്ഞേക്കാം. പൊതുവെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ജൂലൈ മാസത്തിൽ ലഭിക്കാം. പൊതുവെ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. ഉള്ളത് കൊണ്ട് വരവ് ചെലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ അനുകൂലമാക്കി ഈ മാസത്തെ എടുക്കാവുന്നതാണ്. വീട് സംബന്ധമായിട്ടുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. മേലുദ്യോഗസ്ഥരായിട്ടുള്ള ധനുക്കൂറുകാർക്ക് കീഴ് ജീവനക്കാരിൽ നിന്ന് അല്പസ്വല്പം പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായേക്കാം. അവരിൽ നിന്ന് ചില ക്ലേശാനുഭവങ്ങളും പ്രതീക്ഷിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ താൽക്കാലികം മാത്രമായിരിക്കും. അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ഗ്യാസ് ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അലട്ടിയേക്കാം. സ്ഥലമാറ്റം, പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് അതൊക്കെ അല്പം തടസ്സം ജൂലൈ മാസത്തിൽ ഉണ്ടാക്കിയേക്കാം. കാർഷിക രംഗത്തും വ്യാപാര രംഗത്തും ഒക്കെ ഉള്ളവർക്ക് സാമ്പത്തികമായി അല്പം പ്രതിസന്ധി താൽക്കാലികമായി ഉണ്ടായേക്കാമെങ്കിലും അതൊക്കെ ജൂലൈ മാസത്തിന്റെ അവസാന ഭാഗത്തോടുകൂടി പരിഹരിച്ചു മുന്നോട്ട് പോകാനും സാഹചര്യം ഉണ്ടാകുന്നതാണ്. സർപ്പക്ഷേത്രങ്ങളൊക്കെ അടുത്തുള്ള ധനുക്കൂറുകാർ തീർച്ചയായിട്ടും സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, മഞ്ഞൾ വഴിപാടായിട്ട് സമർപ്പിക്കുക, മറ്റ് സർപ്പപ്രീതികരമായിട്ടുള്ള വഴിപാടുകളെ ചെയ്യുക. ദോഷഫലങ്ങൾ ഇല്ലാതാകുന്നതാണ്. കൂടാതെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും, ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും നമുക്ക് അടുത്ത ദിവസം മകരക്കൂറുകാരുടെ സമ്പൂർണ്ണ ജൂലൈ മാസത്തെ നക്ഷത്രപരമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.